ഹായ്, വെൽക്കം ടു ആയാം. തുടരും തുടരും എന്ന സിനിമ ഒരു 10 മണിക്ക് ആദ്യത്തെ ഷോക്ക് ഞാൻ പോയി കണ്ടിട്ട് ഇപ്പം തിരിച്ചു വന്ന വഴിയാണിത്. അത് എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ എത്തിയിട്ട് ഒന്ന് റിവ്യൂ ഇടണം. അതാണ് എൻ്റെ സുഹൃത്ത് ഇപ്പം എൻ്റെ കൂടെ ഇല്ലാത്ത കാരണം. അവനിക്കൊരു അത്യാവശ്യം വന്നേരം കൊണ്ട് പുള്ളി ആ ഒരു ഇതിൽ പോയി. അപ്പോൾ ഞാനിപ്പോൾ ഒറ്റക്കായി ഈ റിവ്യൂ പറയുന്നത് തരുൺ മൂർത്തിയുടെ ഒരു അടുത്തൊരു മാജിക് എന്ന് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ തരുൺ മൂർത്തിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എനിക്ക് സൗദി വെള്ളിലേക്കായിരുന്നു. കാരണം അത് നല്ലൊരു ഇമ്പാക്റ്റ് എന്ന സിനിമയാണ്. പക്ഷേ എന്നിട്ട് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ സിനിമയുടെ പേര് മാറും. കാരണം തുടരും എന്നുള്ള സിനിമയായി. ഈ സിനിമ ഒരു റോളർ കോസ്റ്റ് റൈഡായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ തുടങ്ങിയപ്പോൾ നല്ല രസമായിട്ട് നല്ല ഫണ്ണൊക്കെ ആയിട്ട് നല്ല കോമഡിയും ഇതിൽ കുറേ പാട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതാക്കി ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് കണ്ടുകൊണ്ടിരുന്ന തുടക്കത്തിൽ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് സീനൊക്കെ മാറി തുടങ്ങി. പിന്നെ ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ എത്തിയപ്പോൾ എനിക്ക് ഓക്കെ സിനിമയായിരുന്നു. ഒരു ഓക്കെ നല്ലൊരു സിനിമ അത്ര ഉണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ഹാഫ് അങ്ങ് തുടങ്ങി കഴിഞ്ഞിട്ട് സിനിമ ഒരു കയറ്റം കയറി കഴിഞ്ഞിട്ട് എന്താ പറയുമെങ്കിൽ ഫുൾ എന്നുവെച്ചാൽ എഡ്ജ് ഓഫ് ദ സീറ്റ് എന്നൊക്കെ പറയും. ആ ഒരു അനുഭവം വരുന്നത് തുമ്പത്തിരുന്നിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. അടുത്തുനിന്ന് പെട്ടെന്ന് സമയം പോയതും പോലും അറിഞ്ഞില്ല. കാരണം നമുക്ക് എന്താണ് സംഭവിച്ചതെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്നാലും നമുക്ക് ആ സിനിമ നമുക്ക് തരുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ഭയങ്കര രസമായിരുന്നു. ഇതിൽ മെയിനായിട്ട് പറഞ്ഞത് ഒരു പോലീസുകാരായിട്ട് ഇൻസ്പെക്ടറായിട്ട് അഭിനയിച്ച ഇതുണ്ട്. പുള്ളിയുടെ ഇതിലെ ക്യാരക്ടറുടെ പേര് ജോർജ് എന്നാണ്. പുള്ളിയുടെ അഭിനയം ഒരു രക്ഷയില്ല. നമുക്ക് തന്നെ തോന്നും വെറുതെ പിടിച്ച് കൊടുക്കാമല്ലോ എന്ന്. കാരണം അങ്ങനത്തെ ഒരു അഭിനയവും കാര്യം ഇതിൽ എല്ലാം മെയിനായിട്ട് നമ്മൾ ഇപ്പോഴും പറയുന്നൊരു ഇതുണ്ട്. പണ്ട് എപ്പോഴും പറയും നമുക്ക് മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു നടനെ നല്ലൊരു ഡയറക്ടറെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്രതീക്ഷിക്കൂലേ, അതെല്ലാം ഈ സിനിമയിലുണ്ട്. നമ്മളെപ്പോഴും ഒരു മോഹൻലാലിൽ നിന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? പുള്ളിയുടെ ആക്ഷൻ, പുള്ളിയുടെ അഭിനയം, പുള്ളിയുടെ തമാശ, അങ്ങനെ പല ക്യാരക്ടറുണ്ടല്ലോ, അതെല്ലാം ഇതിനകത്തുണ്ട്. പുള്ളിയുടെ ക്ലോസപ്പ് ഒക്കെ ഉണ്ട്. ഇത്തിരി രസമെന്ന് പറയാം. പുള്ളി കണ്ണുകൊണ്ട് അഭിനയിക്കുന്നൊക്കെ പറഞ്ഞു, അതെല്ലാം ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. തരുൺ മൂർത്തി എന്ന് പറഞ്ഞ ഡയറക്ടർ പുള്ളിയുടെ ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ട്. പുള്ളിയുടെ സ്റ്റോറി പുള്ളി എന്നുവെച്ചാൽ അത്ര നല്ലൊരു ഡയറക്ടറിൻ്റെ കയ്യിൽ അത്രയും നല്ലൊരു നടനെ കിട്ടിയ എന്തായിരിക്കും. അതാണ് ഈ സിനിമയിൽ മൊത്തം പറഞ്ഞേക്കുന്നത്. ഞാൻ സ്പോയിലർ തരുന്നില്ല, കാരണം ഇതിനകത്ത് സ്റ്റോറി കാണേണ്ട സ്റ്റോറി ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഒരു മിസ്ലീഡ് ചെയ്യാനായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. അതും മസ്റ്റ് വാച്ച് സിനിമകളിൽ ഒന്നാണിത്. അപ്പോൾ ആരും ഇത് മിസ് ചെയ്യരുത്. തുടരും. സോ ബൈ.